അടിസ്ഥാനപരമായി ജനങ്ങളും അവരുടെ പ്രശ്നങ്ങളുമായി താതാത്മ്യം പ്രാപിക്കുന്നതിലുള്ള ഒരു പ്രശ്നമാണ് ഭരണാധികാരിയെ സംബന്ധിച്ചോളം. ഇത് തന്നെയല്ലേ ഭീഷ്മരുടെ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നത്. ഭരണാധികാരിയും ജനങ്ങളും തമ്മിലുള്ള ഒരു വിടവ്. ഭരണാധികാരിയും ജനങ്ങളും തമ്മിൽ അന്ന് വിടവ് ഉണ്ടായിരുന്നില്ല. യഥാർത്ഥത്തിൽ ഭീഷ്മരുടെ അടുത്തും ചെന്ന് പൗരന്മാർ അവരുടെ അനുഭവങ്ങൾ വിസ്തരിച്ച് പറയാൻ ഭീഷ്മർ സന്ദർഭം കൊടുത്തിരുന്നു. അത് ഭീഷ്മർക്കുണ്ടായിരുന്നു. ഈ അഹങ്കാരത്തിനൊക്കെ പുറമെ ഈ കുന്തിയും മക്കളും കൂടി കാട്ടിൽ നിന്ന് വന്നപ്പോൾ പഞ്ചപാണ്ഡവന്മാരും കുന്തിയും, മാദ്രിയുടെ 2 മക്കളും, അതൊക്കെ നാം വിശദീകരിക്കും പിന്നീട്. അതുകൊണ്ടാണ് 2 മക്കളും കുന്തിയുടെ സ്വന്തം ഔരസ സന്തതികളായ ധർമ്മപുത്രർ, ഭീമൻ, അർജുനൻ, പിന്നെ നകുലൻ, സഹദേവൻ. ഈ ആദ്യത്തെ സതിയനുഷ്ഠാനം നമ്മൾ കാണുന്നത് മാദ്രിയുടെ കാര്യത്തിലാണ്. പാണ്ഡുവിൻ്റെ ചിതയിൽ ചാടി മരിക്കുകയായിരുന്നു മാദ്രി, പാണ്ഡുവിൻ്റെ 2ാമത്തെ ഭാര്യ. അതായത് ശല്യരുടെ സഹോദരി പാണ്ഡുവിൻ്റെ ചിതയിൽ ചാടി മരിക്കും. അപ്പോൾ അതുകൊണ്ട് കുന്തിയേക്കാൾ മഹത്വം മാദ്രിക്കുണ്ട് എന്നതിനർത്ഥമില്ല. കാരണം കുന്തിയെ സംബന്ധിച്ചിടത്തോളം ഈ മക്കളെ വളർത്തിയെടുക്കണം. അത് വിസ്മരിച്ചിട്ടാണ് അവർ ഭർത്താവിൻ്റെ ചിതയിൽ ചാടി മരിക്കുന്നത്. ഇപ്പോൾ കുന്തി ഇത് ചെയ്യാഞ്ഞത് ഈ കർത്തവ്യബോധം ഉണ്ടായിരുന്നതുകൊണ്ടാണ്. ഇപ്പോൾ കർത്തവ്യബോധമുള്ളവൻ ആത്മഹത്യ ചെയ്യാൻ പാടില്ല. ആത്മഹത്യ തന്നെ പാപമായിട്ടാണ് വിശ്വസിക്കുന്നത്. എന്നാലും മാദ്രിയുടെ കാര്യത്തിൽ ആ താൽക്കാലികമായി ഉണ്ടായിരുന്ന അനിയന്ത്രിതമായ വികാരാവേശത്തിൻ്റെ തിരത്തള്ളിച്ചയിൽ അവർ പാണ്ഡുവിൻ്റെ ചിതയിൽ ചാടി മരിച്ചു. അപ്പോൾ അവരുടെ 2 കുട്ടികളെയും കൂടി, അനാഥരായ 2 കുട്ടികളെയും കൂടി സംരക്ഷിക്കേണ്ട ചുമതല കുന്തിക്ക് വന്നു. അങ്ങനെ ഇവർ ഹസ്തിനപുരിയിലേക്ക് മഹർഷിമാരോടുകൂടി വരുമ്പോൾ തടയും. ആരാന്ന് ചോദിക്കും. അറിഞ്ഞുകൂടാനായിട്ടല്ല, അവരെ അകത്ത് കയറ്റാതിരിക്കുകയാണ് അതിൻ്റെ കൊട്ടാരത്തിൻ്റെ അകത്തിരിക്കുന്നവരുടെ എല്ലാം ആഗ്രഹം എന്നറിഞ്ഞതുകൊണ്ടാണ് ദ്വാരപാലകന്മാർ അവരെ പ്രതിരോധിക്കുന്നത്. അപ്പോൾ ജനങ്ങളങ്ങ് ചെല്ലും. ഭീഷ്മരെ കാണണമെന്ന് പറയും. ധൃതരാഷ്ട്ര കാണണമെന്നല്ല പറയുന്നത്. ധൃതരാഷ്ട്ര ധർമ്മബോധമുള്ള, എന്താണ് ധർമ്മമെന്ന് നിശ്ചയിക്കാൻ അറിയാവുന്ന, വലിയ വിവേകമുള്ള, അസാധാരണമായ വിവേകമുള്ള, എന്നാൽ ഒരിക്കലും ധർമ്മം ചെയ്യുകയില്ലാത്ത. ദുര്യോധനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. അദ്ദേഹം ധർമാധർമ്മബോധമേ ഇല്ല. സ്വന്തം കാര്യം മാത്രമേ ചെയ്യൂ. തനിക്ക് നേട്ടമുണ്ടാകുന്നതല്ലാത്ത ഒരു കാര്യവും ചെയ്യില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ രീതി. ഭീഷ്മർ സ്വന്തം നിലയിൽ ഒരു പ്രശ്നത്തിൽ ഇടപെടുമ്പോൾ അത് പലപ്പോഴും സ്വേച്ഛാധിപത്യപരമായിരിക്കും. അത് സ്വേച്ഛാധിപത്യപരമാണെന്ന് അദ്ദേഹം അറിയുന്നില്ല. കാരണം ഇദ്ദേഹം ശാന്തി പർവ്വത്തിൽ ധർമ്മപുത്രർക്ക് ജ്ഞാനോപദേശം ചെയ്യും. ശരശയ്യയിൽ കിടന്നുകൊണ്ട് 56 ദിവസം ശരശയ്യയിൽ അദ്ദേഹം കിടക്കും, ഉദ്ഗതി കാത്തുകൊണ്ട്. അങ്ങനെ കിടക്കുന്ന സന്ദർഭത്തിൽ ധർമ്മപുത്രരും മറ്റ് അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരും കൂടി ഇരുന്നു കൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ജ്ഞാനോപദേശം കേൾക്കുകയാണ്. ഈ ജ്ഞാനോപദേശത്തിൽ ഇദ്ദേഹം ഇത് പറയും. ധർമ്മപുത്രർക്ക് ഉപദേശിച്ചു കൊടുക്കും. എങ്ങനെയാണ് രാജ്യം ഭരിക്കേണ്ടത്, പൗരന്മാരോട് എങ്ങനെ പെരുമാറണം, പൗരന്മാരെ എങ്ങനെ പരിഗണിക്കണം. ഒരിക്കലും ധാർഷ്ട്യം ഒരു വ്യക്തിയുടെ ഭാഗത്തുനിന്ന് വരാൻ പാടില്ല. എപ്പോഴും പ്രശാന്ത മനസ്സായിട്ടിരിക്കണം. ഇതൊക്കെ അദ്ദേഹത്തിന് അറിയാം. പക്ഷെ താൻ പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹം ധരിച്ചു വച്ചിരിക്കുന്നത് താൻ വളരെ ശാന്തമായിട്ട് പ്രവർത്തിക്കുന്നു, തനിക്കൊരു സ്വാർത്ഥതയുമില്ല, താൻ ത്യാഗത്തിൻ്റെ മൂർത്തിയാണ് എന്ന് അദ്ദേഹം തന്നെ സങ്കല്പിച്ചു വച്ചിരിക്കുന്നു. അങ്ങനെയാണ് അദ്ദേഹം സ്വേച്ഛാധിപതിയായി മാറുന്നത്. അപ്പോൾ 2 തരത്തിൽ സ്വേച്ഛാധിപതികൾ വരും. ഒന്ന്, താനൊരു സ്വേച്ഛാധിപതിയാണ് എന്നറിയാതെ സ്വേച്ഛാധിപതികളാകുന്ന ആളുകളുണ്ട്. താൻ സ്വേച്ഛാധിപതിയാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെ സ്വേച്ഛാധിപത്യം അടിച്ചേൽപ്പിക്കുന്ന ആളുകളുണ്ട്. ഭീഷ്മർ ഇതിൽ ആദ്യത്തെ തരത്തിൽ പെട്ടയാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ത്യാഗം എപ്പോഴും അദ്ദേഹം മുതലെടുത്തുകൊണ്ടിരുന്നു, അറിഞ്ഞാണെങ്കിലും അറിയാതെയാണ്.